ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ ഒരു കാനോണിൻ്റെ സ്കാനറിൽ പൊതുവായി വരുന്ന ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. കാനോ സ്കാൻ ലെഡ് 300 അതാണ് അതിൻ്റെ മോഡൽ നമ്പർ. അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് മിസ്സിംഗ് ആണ്. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ പറഞ്ഞൊരു വീഡിയോ ആണ്. ഓക്കെ, നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ഓഫീസുകളിലും മറ്റും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സ്കാനിങ് മെഷീനാണ്. അത് അതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള ഹാർഡ്വെയർ കോപ്പീനെ സ്കാൻ കോപ്പിയിലാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി കിട്ടുന്ന ഒരു മെഷീനാണത്. ഇത് ബ്രാൻഡിങ് വരുന്നത് കാനോൻ്റെ ആണ്. കാനോ സ്കാൻ ലെഡ് 300. ഓക്കെ, ആ മോഡലിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രൈവർ മിസ്സിങ് ആണ്. സംടൈം ഡ്രൈവർ മിസ്സിങ് എന്ന് വരാറുണ്ട്. ഇപ്പോൾ അത് വരണമെന്ന് വെച്ചാൽ അതിൻ്റേതായ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട്, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പർ കറക്റ്റായി കിട്ടിയിരിക്കണം, നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് അതിൻ്റെ സൈറ്റിൽ കയറണം, എന്നിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കേബിൾ കൊടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ലാപ്ടോപ്പിൽ. നമ്മളത് ആ മോഡൽ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിൽ വരുന്നതായിരിക്കും അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റേതായ ഡ്രൈവർ ഉള്ളത്. കാരണം ഓൾറെഡി മോർ ദാൻ സൈറ്റുകളിൽ ഇതിൻ്റെ ഡ്രൈവേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പം അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയൊക്കെ നമുക്ക് ആ സൈറ്റിൽ പോയിട്ട് ഈ സൈറ്റിൽ പോയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തെറ്റായ രീതിയാണ്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ടോപ്പിൽ വരുന്ന ഏറ്റവും മുകളിൽ വരുന്ന സൈറ്റിൽ വരുന്ന ഡൗൺലോഡ് ഫയൽ മാത്രം സെലക്ട് ചെയ്യുക. അത് കാനോൻ്റെ ഫുൾ പാക്ക് ഫയലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്, നമ്മൾ സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫയലെടുത്തു, ഫയലിലേക്ക് പോയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക ചെയ്യേണ്ടത്. ഓക്കെ കൊടുത്തു. എസ് ഓപ്ഷൻ വന്നു വെച്ച് ഇൻസ്റ്റലേഷൻ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഡയലോഗ് ബോക്സിൽ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ നെക്സ്റ്റ് ആണ്. അതിന് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫേംവെയർ ഡ്രൈവേഴ്സ് അപ്ഡേഷൻ കംപ്ലീറ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ഓപ്ഷൻ വന്നു. അതെല്ലാം അക്സെപ്ഷൻ, നമ്മളെല്ലാം സർട്ടിഫിക്കേഷൻ അതിൻ്റെ അതെല്ലാം കൂടി അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് കൊടുത്തു. നമുക്കതിൻ്റെ ഡിറ്റക്ഷൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യാവുന്നുണ്ട്. അത് നമ്മൾ കേബിൾ കണക്ട് ചെയ്തതായിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലുണ്ട് എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നെല്ലാം നമുക്ക് പരിഹരിക്കാനുള്ള ഒരു സെക്ഷൻ കൂടിയാണ് ഇത്. ഓക്കെ, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഡിറ്റക്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഇട്ട കേബിൾ വീണ്ടും റീകണക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വീണ്ടും അത് റീകണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വീണ്ടും ഓക്കെ ഓട്ടോമാറ്റിക് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഫിനിഷ് ആയിട്ടുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടാണ് പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഡ്രൈവറിനെ നമുക്ക് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കണം, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത് നമ്മളതിൻ്റെ ഇതെല്ലാം സ്കാനിങ്ങും PDF എല്ലാം ഒക്കെ ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എടുത്തു എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ്. അതിൻ്റെ കാനോണിൻ്റെ സ്കാൻ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അത്. നമ്മൾ എടുക്കുക, കാനോൺ സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ള ഫയൽസ്. അപ്പോൾ അതിൽ ഓട്ടറുണ്ട്, അല്ലെങ്കിൽ PDF ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഏത് രീതിയിൽ ഏതൊക്കെ ഫോർമാറ്റിലാണ് വേണ്ടതൊക്കെ നമുക്ക് ഹാർഡ് കോപ്പിനെ സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കാനറിലും അതുപോലെ ബട്ടൺസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ ആ ബട്ടണിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ കാണിക്കും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഒന്ന് ജർക്കിങ് അല്ലെങ്കിൽ റെഡ് ലൈൻ വരുമ്പോൾ എന്തെങ്കിലും കാണിക്കും. പക്ഷേ അതൊന്നും വന്നില്ല. അപ്പോൾ പക്കയായിട്ടാണ്. അപ്പോൾ അടുത്ത് ടെസ്റ്റ് അടിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ മുന്നേ ഒരു പ്രിൻ്ററിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തൊരു ടെസ്റ്റ് പേപ്പറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതിൽ സ്കാൻ ചെയ്തിട്ട് അങ്ങനെ ഹാർഡ് കോപ്പിനെ സോഫ്റ്റ് കോപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്യാൻ വെച്ചു, ഫയൽ വെച്ചിട്ടുണ്ട്, പേപ്പർ വെച്ചിട്ടുണ്ട്.
ഓക്കെ, നമ്മൾ ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ ബട്ടൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ബട്ടൺ നമ്മൾ സ്കാനിങ്, ഓട്ടോ സ്കാനിങ് ഓപ്ഷൻ ഉണ്ട്, PDF, കോപ്പി, സെൻഡ് ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ സ്കാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ സ്കാനിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ മെസ്സേജ് വന്നിട്ടുണ്ട്, സ്കാനിങ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അതല്ല സക്സസ്ഫുൾ ആണ്, സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരെ ഓട്ടോ നമുക്ക് കൊടുത്തിരിക്കുന്നത് PDF ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നേരെ അത് PDF ഫോർമാറ്റിലാണ് വന്നിട്ടുണ്ടാവുക. അത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. യെസ്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെച്ച ഫയൽ ജസ്റ്റ് റൊട്ടേറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ മാക്സിമം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. വേറെ ഏത് സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യരുത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ.